ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പീച്ചി ഡാമിലാണ് നിൽക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ. കുറേ ദിവസമായി ഇടയ്ക്കൊന്ന് വരണം പകലൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. ബട്ട് ഇങ്ങനെ നിന്നു ഇന്നങ്ങനെ പിള്ളേരെയും കൊണ്ട് രണ്ടും കൽപ്പിച്ചങ്ങ് വന്നു. ഇനി നമുക്ക് നമ്മുടെ പീച്ചി ഡാം ഒന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ പീച്ചി ഡാമിൻ്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് ഡാമിൻ്റെ അകത്തേക്ക് കയറുന്ന ഗേറ്റാണ് ഇത്. ഇത് എൻട്രൻസ് ആണ് ആ കാണുന്നത്. ഇത് ഡാമിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്പോട്ടാണിത്. ഇതാണ് നമ്മുടെ ഗേറ്റ്. ഇതിപ്പോൾ ഞാൻ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് കയറാൻ പോകും. ഓപ്പൺ തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിപ്പോയി. ഇപ്പോൾ ഉച്ച സമയമായത് കാരണം, ഒന്നാമത്തെ കാര്യം മഴയും കൂടെ തുടങ്ങിയല്ലോ, മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉച്ച സമയമായത് കാരണം തിരക്കൊന്നുമില്ല. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു വ്യൂ. അപ്പോൾ വെള്ളം കുറവാണ് ടോട്ടലി, മൊത്തത്തിൽ ഇപ്പോൾ വെള്ളം കുറവല്ലേ. അപ്പോൾ വെള്ളം കുറവാണ്. ഇപ്പോൾ 4 ദിവസം മുന്നേ ഡാമിൽ വെള്ളം വിട്ടിരുന്നു, പുഴയിലേക്കൊക്കെ വെള്ളം വിട്ടിരുന്നു. ഞങ്ങളുടെ കയ്യിലെ വെള്ളമൊക്കെ വന്നു. അപ്പോൾ ഈ ഡാമിൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്ററുള്ള എൻ്റെ വീട്ടിലേക്ക്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ തിരക്കുകളൊക്കെ ഇങ്ങനെ ആയി വരും കേട്ടോ. സംഭവം ഈ പീച്ചി ഡാം വരുന്ന എവിടെയാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുന്ന വഴിക്കാണ്. അവിടുന്ന് പീച്ചി റോഡ്. ഇത് നമ്മൾ താഴത്തുനിന്ന്, ഇത് ഡാമിൽ നിന്ന് വെള്ളം പോകുന്ന പുഴയാണ് കേട്ടോ ഇത്. അപ്പോൾ ഡാമിൽ നിന്ന് ഷട്ടർ ഇപ്പോൾ തുറക്കാത്ത കാരണം ആകെ ഉണങ്ങിയിരിക്കുവാണ്, വെള്ളമൊന്നുമില്ല. അപ്പോൾ ഞാൻ താഴത്തേക്ക് ഇറങ്ങാൻ നിന്നില്ല, മുകളിൽ നിന്ന് തന്നെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല സ്ഥലമാണ്, താഴെ നല്ല വ്യൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാനും പിറക്കാനും പൂവൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസം. ഇപ്പോൾ കാണുന്ന പോലെയൊന്നുമല്ല, അവിടെ ചെന്ന് നോക്കണം അതിൻ്റെ ഭംഗി അറിയണമെങ്കിൽ. ഇതിപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ തന്നെ പാർക്കിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട്, നമുക്ക് ടീ കോഫി ഐസ്ക്രീം എല്ലാം കഴിക്കാൻ പറ്റിയൊരു ഷോപ്പുണ്ട്. ഇതിപ്പോൾ മുകളിലേക്ക് ഞാനൊക്കെ ഭയങ്കര മടിച്ച്, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നിന്നിട്ട് വീഡിയോ എടുക്കാൻ വയ്യ. അപ്പോൾ ഞാൻ താഴെ നിന്നിട്ടാണ് കംപ്ലീറ്റ് വീഡിയോ എടുക്കുന്നത്. ചുമ്മാ നിന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത്. അവിടെ പിള്ളേരൊക്കെ കളിക്കട്ടെ, എൻ്റെ പിള്ളേരും എൻ്റെ ഫ്രണ്ടിൻ്റെ പിള്ളേരും ഒക്കെ അവിടെ പോയി കളിക്കുവാണ്. മരത്തിന് ഉച്ച സമയമൊന്നും ഇല്ല കേട്ടോ, കാരണം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കയറുന്ന അവിടുത്തെ വരെയുള്ള വെയിലുള്ളൂ. ഇതേ കണ്ടില്ലേ, മരത്തിൻ്റെ ഉള്ളിൽ കൂടെ പിള്ളേർ കളിക്കുന്നത് കണ്ടില്ലേ. ഊഞ്ഞാല, പാർക്ക് രണ്ടുമുണ്ട്, താഴെയും പാർക്കുണ്ട് മുകളിലും പാർക്കുണ്ട്. അപ്പോൾ പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ നല്ലൊരു സ്പോട്ട്, എന്താ പറയുക, നല്ലൊരു വ്യൂ, നല്ല കാറ്റ്, നല്ലൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും, കൂടുതൽ കപ്പിൾസ് ഇവിടെ വരുന്നുണ്ട്, ഫാമിലി ആയിട്ടും വരുന്നുണ്ട്, ഇഷ്ടം പോലെ പിള്ളേരും ഉണ്ട്. അപ്പോൾ പാർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോ ഓടിച്ചിട്ടങ്ങ് എടുത്തുന്നുള്ളൂ. ഇത് നമ്മുടെ താഴത്തേക്ക്, ഉള്ളിൽ നിന്ന് താഴത്തിലേക്ക് ഇറങ്ങി പോണ വഴിയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചെടികളും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പാർക്കുണ്ട്, പിള്ളേർക്ക് കളിക്കാൻ പറ്റിയത് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഫാമിലി ആയിട്ട് വരാത്തവർ, നമ്മൾ അടുത്ത് കിടക്കുന്ന ഡാമിൽ പോകാണ്ട് നമ്മളിപ്പം വേറെ ഡാമുകളിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് ഇത്രയും മനോഹരമായി